പോർഷനും കൂടെ ഓഫ് സർവേയുടെ അകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൂട്ടത്തിൽ വരുന്നുണ്ട്. അപ്പൊ ആ കോമ്പസും കൂടെ എടുത്ത് എന്നിട്ട് നമുക്ക് പ്രോബ്ലംസ് എല്ലാം ചെയ്യായിരുന്നു. ഓക്കെ, അപ്പൊ ഈ ചെയിൻ ആൻഡ് കോമ്പസ് സർവേ എന്നാണ് നമ്മൾ ജനറലി പറയുന്നത്. അതിലെ ചെയിനിന്റെ പോർഷൻ നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. പിന്നെ അതിന് ഈ കോമ്പസിന്റെ ഉള്ളത്. അപ്പൊ കോമ്പസിൻ്റെത് മെയിൻലി ഇതിനകത്ത് നിന്ന് ചോദിക്കുന്നത് ഈ കോമ്പസ്, സർവേസ് കോമ്പസ്, ഈ ഒരു പോർഷൻ തൊട്ടാണ് ക്വസ്റ്റ്യൻസ് സാധാരണ ചോദിച്ചു കാണാറ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് മെയിൻ ആയിട്ട് 2 ടൈപ്പ് കോമ്പസ് ഉണ്ട്. പ്രിസ്മാറ്റിക് കോമ്പസും ഉണ്ട്, സർവേസ് കോമ്പസും ഉണ്ട്. അപ്പൊ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് തൊട്ട് നിങ്ങൾ എന്താന്നുള്ളത്. അപ്പൊ ഈ പ്രിസ്മാറ്റിക് കോമ്പസിന്റെ അതിനകത്ത് ഒരു സർക്കിൾ പോലെയാണ് ഉണ്ടാവുന്നത്. ഓക്കെ, അതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സർക്കിൾ പോലെ ആയിരിക്കും. അതിനകത്ത് ഒരു ഗ്രാജുവേറ്റഡ് റിംഗ് എന്നാണ് പറയുന്നത്. ആ റിങ്ങിനകത്ത് ഒരു നീഡിലുണ്ടാവും. ഗ്രാജുവേറ്റഡ് റിങ്ങിനകത്ത് ഒരു നീഡിലും ഉണ്ടാവും. അപ്പൊ ആ നീഡിൽ ഷേപ്പ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. ഇറ്റ് ഈസ് ബ്രോഡ് ഫോം ഓഫ് നീഡിൽ. നമുക്ക് 2 ഫോം ഓഫ് നീഡിലാണ് ഉള്ളത്. ബ്രോഡ് ഫോം ഓഫ് നീഡിലും ഉണ്ട്, എഡ്ജ് ബാർ നീഡിലും ഉണ്ട്. ഈ എഡ്ജ് ബാർ വേറെ എവിടെയെങ്കിലും കേട്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ എഡ്ജ് ബാർ എവിടെയെങ്കിലും കേട്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? ആലിഡേഡിലല്ല, നമ്മൾ പ്ലെയിൻ ടേബിൾ പഠിച്ചപ്പോഴത്തേക്ക് ട്രഫ് കോമ്പസിൽ യൂസ് ചെയ്യുന്നത്. നോർത്ത് ഡയറക്ഷൻ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രഫ് കോമ്പസ് യൂസ് ചെയ്യുന്നത്. അതിനകത്തെ നീഡിലിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ എഡ്ജ് ബാർ ടൈപ്പ് ആയിരുന്നു. ഈ പ്രിസ്മാറ്റിക് കോമ്പസിൽ ചെയ്യുന്ന നീഡിലിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ബ്രോഡ് ഫോം ഓഫ് നീഡിലാണ്. അതായത് ഒരു റെക്ടാങ്കിൾ പോലെ വരും. അതാണ് ബ്രോഡ് ഫോം ഓഫ് നീഡിലാണ്. എഡ്ജ് ബാർ ടൈപ്പ് എന്ന് പറയുമ്പോൾ ഒരു പോയിന്റഡ് ആയിട്ട് നിൽക്കുന്ന നീഡിലായിരിക്കും വരുന്നത്. ഇനി ഈ നീഡിലും ഈ ഗ്രാജുവേറ്റഡ് റിങ്ങും, അതായത് ഈ റിങ്ങും ഇതിനകത്തെ നീഡിലും കൂടെ മോണോലിത്തിക് കാസ്റ്റിംഗ് ആയിരിക്കും. അതായത് ഒറ്റ കാസ്റ്റിംഗ് ആണ്. അപ്പൊ ആ ഒറ്റ കാസ്റ്റിംഗ് ആയിരിക്കുമ്പോഴത്തേക്കും എന്താ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോ ഈ ബോക്സ് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഈ ഗ്രാജുവേറ്റഡ് റിങ്ങിന്റെ ഈ ഒരു കോമ്പസ് ഞാൻ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് പറ്റും? ആ നീഡിലും അതിന്റെ കൂടെ അങ്ങ് റൊട്ടേറ്റ് ചെയ്യും അല്ലെ? അത് പ്രത്യേകിച്ച് ആ നീഡിലിന്റെ ഷേപ്പിൽ, നീഡിലിന്റെ അതിൽ ഡയറക്ഷനിൽ ചേഞ്ച് ഒന്നും വരില്ല. ആകെ എന്ത് മാത്രമേ ചേഞ്ച് ചെയ്യുള്ളൂ? ലൈൻ ഓഫ് സൈറ്റ് മാത്രമേ ചേഞ്ച് ചെയ്യുള്ളൂ, ഒറ്റ കാസ്റ്റിംഗ് ആയതുകൊണ്ട്. അതേസമയം എഡ്ജ് ബാർ ടൈപ്പിൽ എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ടുള്ള കാസ്റ്റിംഗ്, അതായത് നീഡില് വേറെ, ഗ്രാജുവേറ്റഡ് റിങ് വേറെ ആയിട്ടായിരിക്കും നിൽക്കുന്നത്. അപ്പൊ ഞാൻ അതിനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ആ പ്രിസ്മാറ്റിക് കോമ്പസിനെ ഞാൻ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ രണ്ടും സെപ്പറേറ്റ് ആയിട്ടായിരിക്കും. അതായത് ലൈൻ ഓഫ് സൈറ്റും ചേഞ്ച് ചെയ്യും, അതേസമയം ഈ നീഡിലും ചേഞ്ച് ചെയ്യും, നീഡിലിന്റെ ഡയറക്ഷനും ചേഞ്ച് ചെയ്യും. മറ്റേത് ഇത് ഞാൻ എങ്ങനെയാണ് പ്രിസ്മാറ്റിക് കോമ്പസിൽ ഞാൻ ഈ ബോക്സ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ ബോക്സിന്റെ കൂടെ തന്നെയാണ് നീഡിലും ചേഞ്ച് ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ചോദിച്ചു കാണുന്ന 2 കാര്യമാണ് ഇതിനകത്ത്. ഈ പ്രിസ്മാറ്റിക് കോമ്പസിന്റെ പോർഷനിൽ 0 ഡിഗ്രി എന്ന് പറയുന്നത് എവിടെയാണ് മാർക്ക് ചെയ്യുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ. പ്രിസ്മാറ്റിക് കോമ്പസിലെ 0 ഡിഗ്രി നമ്മൾ മാർക്ക് ചെയ്യുന്ന എവിടെയാണ്? സൗത്തിലാണ് 0 ഡിഗ്രി നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നത്. ആ കോമ്പസിൽ സൗത്തിൽ മാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ക്ലോക്ക് വൈസ് ആയിട്ടാണ് റീഡിങ് പോകുന്നത്. അതായത് സൗത്തിൽ 0 ഡിഗ്രി, വെസ്റ്റില് 90 ഡിഗ്രി, നോർത്തിൽ 180 ഡിഗ്രി, ഈസ്റ്റില് 270 ഡിഗ്രി, പിന്നെ തിരിച്ച് ക്ലോസ് ചെയ്ത് സൗത്തിൽ വരുമ്പോൾ 360 ഡിഗ്രി. അപ്പൊ ഇവിടെ തന്നെയാണ് 0യും 360യും വരുന്നത്. അപ്പൊ ഇതാണ് ചോദിച്ചു കണ്ടേക്കുന്നത്. അപ്പൊ ചിലപ്പോൾ ഡയറക്ട്ലി ഇങ്ങനെ തന്നെ ചോദിക്കണം എന്നില്ല, 0 ഡിഗ്രി എവിടെയാണെന്ന് ചോദിക്കണം എന്നില്ല, 180 ഡിഗ്രി എവിടെയാണ് മാർക്ക് ചെയ്തേക്കുന്നതെന്ന് ചോദിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ 180 ഡിഗ്രി എവിടെ വരും? നോർത്തിലായിരിക്കും വരുന്നത്. അപ്പം 0 ഡിഗ്രി എവിടെയാണെന്നുള്ളത് പഠിച്ചു വെക്കാം. ഇനി അടുത്തത്, ഇതിന്റെ പേര് തന്നെ നമുക്കറിയാം, പ്രിസ്മാറ്റിക് കോമ്പസ് എന്നാണ്. അപ്പൊ ഒബ്വിയസ്ലി അതിനകത്തൊരു പ്രിസം കാണും. അപ്പൊ പ്രിസം കാണും. അതേപോലെ തന്നെ അപ്പൊ പ്രിസം ഉള്ളത് കൊണ്ട് എന്താണ്, റീഡിംഗ് എല്ലാം ഇറ്റ് ഈസ് റിട്ടൺ ഇൻവേർട്ടഡ്. ഓക്കെ, ഫിഗേഴ്സ് എല്ലാം എഴുതിയിരിക്കുന്നത്. അതായത് ഇപ്പം 0, 90, 180, 270 നമ്മൾ ആംബുലൻസിലൊക്കെ എഴുതുന്നില്ലേ, അതേപോലെ ഇൻവേർട്ടഡ് ആയിട്ടായിരിക്കും എഴുതിയേക്കുന്നത്. എന്നാൽ മാത്രമാണ് നമുക്ക് പ്രിസത്തിൽ കൂടെ നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് വായിക്കാൻ പറ്റുള്ളൂ. ആണ് നമ്മൾ പ്രിസം യൂസ് ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ റീഡിങ്സ് എല്ലാം ഇൻവേർട്ടഡ് ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഹോൾ സർക്കിൾ ബെയറിംഗ് ആണ്. അതിപ്പോ നമുക്ക് ഈ ഫിഗർ കാണുമ്പോൾ തന്നെ അറിയാം, 0 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു 360 വരെ ഉണ്ട്. അതായത് ഒരു ഹോൾ സർക്കിൾ 360 ഡിഗ്രിയും കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അതിനെ ഹോൾ സർക്കിൾ ബെയറിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ഇതിനകത്ത് 2 കാര്യമാണ്. 0 ഡിഗ്രി എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യയിലാണ് മാർക്ക് ചെയ്യുന്നത്. ഹോൾ സർക്കിൾ ബെയറിംഗ് സിസ്റ്റം ആണ് പ്രിസ്മാറ്റിക് കോമ്പസിൽ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത
സർവേയേഴ്സ് കോമ്പസിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്താണ് എഡ്ജ് ബാർ നീഡിലാണ്. അതും കൂടെ നോട്ട് ചെയ്യണം കേട്ടോ. അതിനകത്ത് ബ്രോഡ് ഫോം ഓഫ് നീഡിലും കൂടെ നോട്ട് ചെയ്യണം. ഇനി സർവേയേഴ്സ് കോമ്പസിലാണെങ്കിൽ എഡ്ജ് ബാർ നീഡിലാണ് യൂസ് ചെയ്യുന്നത്. എഡ്ജ് ബാർ നീഡിലാണ് യൂസ് ചെയ്യുന്നത്. ക്വാഡ്രന്റൽ ബെയറിംഗ് സിസ്റ്റം ആണ്. അതായത് 0യും 90യും മാത്രമേ കാണുള്ളൂ. മറ്റടുത്ത് എങ്ങനെയായിരുന്നു 0 തൊട്ട് 360 ഡിഗ്രി വരെ ഉണ്ടായിരുന്നു. സർവേയേഴ്സ് കോമ്പസിനകത്ത് 0 to 360 ഇല്ല, പകരം 0യും 90യും മാത്രമേ കാണുള്ളൂ. ഇനി ഇതിനകത്ത് പ്രിസത്തിന്റെ ഒന്നും ആവശ്യമില്ല. ഇനി പ്രിസൊന്നും വേണ്ട, ഡയറക്റ്റ് ആയിട്ട് തന്നെയാണ് നമ്മൾ റീഡിങ് എഴുതുക. പിന്നെ ഇതിനകത്ത് ക്വാഡ്രന്റൽ ഓർ റെഡ്യൂസ് ബെയറിംഗ്, ഇപ്പൊ ഇതിൽ രണ്ടിൽ ഏത് വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. ക്വാഡ്രന്റൽ എന്നും പറയാം, അല്ലെങ്കിൽ റെഡ്യൂസ് ബെയറിംഗ് സിസ്റ്റം എന്നും പറയാം. അപ്പൊ ഇതിനകത്ത് ഡയറക്ഷൻ ഒക്കെ നമുക്കറിയാം. സൗത്ത്, നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ് ഒക്കെ നമുക്കറിയാം. അപ്പം നേരത്തെ കേസിൽ എങ്ങനെയായിരുന്നു? നേരത്തെ കേസിൽ സൗത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു ഫുൾ സർക്കിൾ ആയിട്ടായിരുന്നു. അതേസമയം ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, നമുക്ക് സൗത്തും ഇപ്പൊ എവിടുന്ന് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് റീഡിങ്. ഒന്നെങ്കിൽ നമുക്ക് നോർത്തിൽ നിന്ന് റീഡിങ് എടുക്കാം, അല്ലെങ്കിൽ സൗത്തിൽ നിന്ന് റീഡിങ് എടുക്കാം. നേരത്തെ എടുക്കുമ്പോഴത്തേക്ക് എന്താണ്, നമ്മൾ സൗത്തിൽ നിന്നാണ് 0 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഇപ്പൊ ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്. ഇപ്പൊ ഈ ഒരു ക്വാഡ്രന്റൽ ആംഗിൾ ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? 30 ഡിഗ്രി. ഇവിടെ ഞാൻ ഇപ്പൊ വരയ്ക്കാണ്, ഇവിടെ ഞാനൊരു ലൈൻ വരയ്ക്കാണ്. ഓക്കെ, ഇവിടെ ഒരു ലൈൻ വരച്ച് ഇതൊരു 30 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ അതിന് ഞാൻ എന്ത് പറയും? സൗത്ത് 30 ഡിഗ്രി വെസ്റ്റ് എന്ന് പറയും. സൗത്ത് 30 ഡിഗ്രി വെസ്റ്റ്. അതേപോലെ ഞാൻ ഇവിടെ ഒരു ആംഗിൾ എടുക്കുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സൗത്ത് ഒരു 10 ഡിഗ്രി ആണെങ്കിൽ സൗത്ത് 10 ഡിഗ്രി ഈസ്റ്റ്. അങ്ങനെ ആയിരിക്കും എഴുതുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇനി ഈ കൺവേർഷനിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചാണ് കൺവേർഷന്റെ ഈ കോമ്പസിന്റെ പ്രോബ്ലംസ്. അപ്പൊ നമുക്കിനി പ്രോബ്ലംസിലോട്ട് പോവാം. അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങളും കൂടെ പറയാനുണ്ട് കൺവേർഷൻസിന്റെ സ്റ്റാർട്ടിങ്ങിൽ. അപ്പൊ എന്താണ് ഫോർ ബെയറിംഗ്, എന്താണ് ബാക്ക് ബെയറിംഗ്, അതും കൂടെ നിങ്ങൾ ഓർത്ത് വെക്കുക. എന്താണ് ഫോർ ബെയറിംഗ്, എന്താണ് ബാക്ക് ബെയറിംഗ്. അതായത് ഇതെന്റെ ലൈൻ ആണെന്ന് വിചാരിക്കുക. ഇവിടെയാണ് ലൈൻ. ഇവിടെ AB എന്ന് പറയുന്ന ഒരു ലൈൻ ഞാൻ വരച്ചു. ഇത് A, ഇത് B. ഞാൻ 2 പോയിന്റ് എടുത്തു. ഇനി ഈ എയിൽ നിന്ന് നോർത്ത് നിന്നാണ് ഞാൻ റീഡിങ് എടുക്കുന്നത്. നമ്മുടെ കോമ്പസിനകത്താണ് 0 മാർക്ക് ചെയ്തേക്കുന്ന സൗത്തിൽ. പക്ഷെ ഞാൻ റീഡിങ് എടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ വരയ്ക്കുന്നത് നോർത്തിൽ നിന്നാണ് ക്ലോക്ക് വൈസിൽ ഡയറക്ഷൻ മെഷർ ചെയ്യുന്നത്. അപ്പോൾ എയിൽ നിന്നും ഇപ്പൊ ഞാൻ സർവേ ചെയ്തു പോകുന്നത് ABCDE ആ ഒരു ഡയറക്ഷനിലാണ് ഞാൻ സർവേ ചെയ്യുന്നത്. അപ്പോൾ എയിൽ നിന്നും ബിയിലോട്ട്, അതായത് ഏത് ഡയറക്ഷനിലാണോ ഞാൻ സർവേ ചെയ്യുന്നത് അതേ ഡയറക്ഷനിൽ ഞാൻ എടുക്കുന്ന റീഡിങ്, അതിനെയാണ് ഫോർ ബെയറിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ലൈനെ എന്ത് പറയും? ഫോർ ബെയറിംഗ് ഓഫ് AB എന്നാണ് പറയുന്നത്. അതേസമയം ഞാൻ ബിയിൽ നിന്നും, ബിയുടെ നോർത്ത് ഡയറക്ഷനിൽ നിന്നും എയിലോട്ട് എടുക്കുന്ന റീഡിങ്, ഇതിനെയാണ് ഞാൻ ബാക്ക് ബെയറിംഗ് ഓഫ് AB എന്ന് പറയുന്നത്. അതായത് ഞാൻ സർവേ ചെയ്യുന്ന ഡയറക്ഷന്റെ ഓപ്പോസിറ്റ് ഉള്ള ഡയറക്ഷനിൽ ഞാൻ എടുക്കുന്ന റീഡിങ്ങിനെയാണ് ബാക്ക് ബെയറിംഗ് ഓഫ് AB എന്ന് പറയാം. അപ്പം എയിൽ നിന്നും ബിയിലോട്ട് എടുക്കുന്നതിനെ ഫോർ ബെയറിംഗ് ഓഫ് AB എന്ന് പറയും. ബിയിൽ നിന്നും എയിലോട്ട് എടുക്കുന്നതിനെ ബാക്ക് ബെയറിംഗ് ഓഫ് AB എന്ന് പറയും. അപ്പൊ ഈ ബാക്ക് ബെയറിംഗ് ഓഫ് ABനെ തന്നെയാണ് ഫോർ ബെയറിംഗ് ഓഫ് BA എന്ന് പറയുന്നത്. ഓക്കെ, നിന്ന് ബിയിലോട്ടുള്ളത് ഫോർ ബെയറിംഗ് ഓഫ് AB, ബിയിൽ നിന്ന് എയിലോട്ടുള്ളത് രണ്ട് രീതിയിൽ നമുക്ക് പറയാം. ഒന്നെങ്കിൽ അതിനെ ഫോർ ബെയറിംഗ് ഓഫ് AB എന്ന് പറയാം, അല്ലെങ്കിൽ ബാക്ക് ബെയറിംഗ് ഓഫ് AB, അല്ലെങ്കിൽ ഫോർ ബെയറിംഗ് ഓഫ് BA എന്ന് പറയാം. ഇനി അടുത്ത ടോപ്പിക്കാണ്. അടുത്തത് എങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത് എന്നുള്ളത് സ്റ്റാർട്ടിങ് പറയാണ്. ഇപ്പൊ ഫോർ ബെയറിംഗ് എന്താണ്, ബാക്ക് ബെയറിംഗ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇനി ഇപ്പൊ നമുക്കൊരു ഫോർ ബെയറിംഗ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. ശ്രദ്ധിച്ചിരിക്കുക, ഹോൾ സർക്കിൾ ബെയറിംഗിൽ നമുക്കൊരു ഫോർ ഉണ്ടെന്ന് വിചാരിക്കാം. സപ്പോസ് ഒരു 30 ഡിഗ്രി ആണ് എന്റെ ലൈനിന്റെ ഫോർ ബെയറിംഗ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ബാക്ക് ബെയറിംഗ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിരിക്കും ക്വസ്റ്റ്യൻ. അപ്പൊ ഈ ഫോർ ബെയറിംഗും ബാക്ക് ബെയറിംഗും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ്. എപ്പോഴും ഫോർ ബെയറിംഗും ബാക്ക് ബെയറിംഗും തമ്മിലുള്ള വ്യത്യാസം, അതായത് ഇൻ കേസ് ലോക്കൽ അട്രാക്ഷൻ ഇല്ലെങ്കിൽ, നിങ്ങളെ നോക്കിക്കോണം. ലോക്കൽ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്?
ഗ്രൗണ്ടിൽ എന്തെങ്കിലും മാഗ്നറ്റിക് മെറ്റീരിയൽസ്, അതായത് ഇപ്പൊ കേബിളോ അല്ലെങ്കിൽ എന്തെങ്കിലും മാഗ്നറ്റിക് പീസസോ അങ്ങനെ എന്തെങ്കിലും ഗ്രൗണ്ടിന്റെ താഴെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ പ്രസൻസ് കാരണം ഈ കോമ്പസ് കറക്റ്റ് നോർത്തിലോട്ടായിരിക്കില്ല പോയിന്റ് ചെയ്യുന്നത്. കോമ്പസ് നോർത്ത് എന്നല്ലാതെ അവിടുന്ന് ചെറിയൊരു ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ ഒരു ഡീവിയേഷൻ കാണിക്കും. അതിനെയാണ് ലോക്കൽ അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോ ലോക്കൽ അട്രാക്ഷൻ ഇല്ലാത്ത ഒരു പോയിന്റ് ആണെങ്കിൽ, ഇല്ലാത്ത ഒരു സ്റ്റേഷൻ ആണെങ്കിൽ അവിടുത്തെ ഫോർ ബെയറിങ്ങും ബാക്ക് ബെയറിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 180 ഡിഗ്രി. അപ്പൊ ഇതിനകത്ത് ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും, 30 ഡിഗ്രി ആണ് സപ്പോസ് ഫോർ ബെയറിംഗ് എന്നുണ്ടെങ്കിൽ ബാക്ക് ബെയറിംഗ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിരിക്കും ചോദിക്കുന്നത്. അപ്പോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം 180-നെക്കാട്ടിലും കുറവുള്ള ഒരു വാല്യൂ ആണ് ക്വസ്റ്റ്യൻ എന്നുണ്ടെങ്കിൽ, 180-നെക്കാട്ടിലും കുറവായിട്ടുള്ള വാല്യൂ ആണ് ക്വസ്റ്റ്യനിലുണ്ടെങ്കിൽ ആ വാല്യൂവിന്റെ കൂടെ 180 ആഡ് ചെയ്യാം. നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെച്ചു കേട്ടോ. ഫോർ ബെയറിംഗിന്റെ വാല്യൂ തന്നിട്ട് ബാക്ക് ബെയറിംഗ് ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ബാക്ക് ബെയറിംഗിന്റെ വാല്യൂ തന്നിട്ട് ഫോർ ബെയറിംഗ് ചോദിക്കുകയാണെങ്കിൽ, എങ്ങനെ ചോദിക്കുകയാണെങ്കിലും തന്നേക്കുന്ന വാല്യൂ 180-നെക്കാട്ടിലും കുറവാണെങ്കിൽ അതിന്റെ കൂടെ 180 ആഡ് ചെയ്യാം. അതേപോലെ തന്നേക്കുന്ന വാല്യൂ ഇപ്പൊ സപ്പോസ് ഒരു 150 ഡിഗ്രി ആണ് തന്നേക്കുന്നതെന്ന് ഓർക്കുക. അതായത് 180-നെക്കാട്ടിലും കൂടിയ ഒരു വാല്യൂ ആണ് നിങ്ങൾക്ക് തന്നേക്കുന്നതെന്നുണ്ടെങ്കിൽ ആ വാല്യൂവിൽ നിന്നും 180 മൈനസ് ചെയ്യുക. ഇതാണ് ഹോൾ സർക്കിൾ ബെയറിംഗിന്റെ കേസാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഹോൾ സർക്കിൾ ബെയറിംഗിന്റെ കേസ് ആണെങ്കിൽ ഇങ്ങനെയാണ്. ഇതേപോലെ തന്നെ നമുക്ക് ക്വാഡ്രന്റൽ ബെയറിംഗ് സിസ്റ്റത്തിൽ ക്വസ്റ്റ്യൻ വരാം. ക്വാഡ്രന്റൽ ബെയറിംഗ് സിസ്റ്റത്തിൽ ഒരു ലൈനിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഇപ്പൊ സപ്പോസ് ഇങ്ങനെ ആയിരിക്കും, നോർത്ത് 30 ഡിഗ്രി വെസ്റ്റ് അങ്ങനെ ആയിരിക്കും തരുന്നത്, അല്ലെങ്കിൽ സൗത്ത് 15 ഡിഗ്രി ഈസ്റ്റ് അങ്ങനെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫോർ ബെയറിംഗിൽ നിന്ന് ബാക്ക് ബെയറിംഗിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ഒരു പാടുമില്ല. നോർത്ത് എന്ന് എഴുതിയേക്കുന്നിടത്ത് സൗത്ത് ആക്കുക, വെസ്റ്റ് എന്ന് എഴുതിയേക്കുന്നിടത്ത് ഈസ്റ്റ് ആക്കുക, അല്ലെങ്കിൽ സൗത്ത് എന്ന് എഴുതിയേക്കുന്നിടത്താണെങ്കിൽ നോർത്ത് ആക്കുക, ഈസ്റ്റ് എന്ന് എഴുതിയേക്കുന്നിടത്ത് വെസ്റ്റ് ആക്കുക. ജസ്റ്റ് ഇന്റർചേഞ്ച് ചെയ്താൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യാനില്ല. ആണ് ഫോർ ബെയറിംഗും ബാക്ക് ബെയറിംഗും കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളത്. ക്ലിയർ ആണോ എല്ലാവർക്കും? ഫോർ ബെയറിംഗും ബാക്ക് ബെയറിംഗും രണ്ട് കേസിലെയും, ഹോൾ സർക്കിൾ ബെയറിംഗിന്റെ കേസും ഉണ്ട്, ക്വാഡ്രന്റലിന്റെ കേസും ഉണ്ട്. ഇത് രണ്ടും ക്ലിയർ ആണോ? മനസ്സിലായോ? ക്ലിയർ ആണ്. ഓക്കെ, ഏത് പറയേണ്ടത്? ഹോൾ സർക്കിളിന്റെ ആണോ ക്വാഡ്രന്റലിന്റെ? ക്വാഡ്രന്റലിന് മനസ്സിലായില്ലേ? ജസ്റ്റ് നോർത്ത് സൗത്തും അടുത്ത ഈസ്റ്റ് വെസ്റ്റും അങ്ങനെ ജസ്റ്റ് ഇന്റർചേഞ്ച് ചെയ്താൽ മാത്രം. ഫോർ ബെയറിംഗിന്റെ കേസ് ആണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന വാല്യൂ 30 ഡിഗ്രീനെ 180 ഡിഗ്രീനെക്കാട്ടിലും കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ 180 ഡിഗ്രിയുടെ കൂടെ ആ വാല്യൂ ആഡ് ചെയ്യണം. ഇപ്പൊ സപ്പോസ് 60 ഡിഗ്രി ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത്. 60 എന്ന് പറയുന്നത് എന്താണ്? 180-നെക്കാട്ടിലും കുറഞ്ഞുള്ള ഒരു വാല്യൂ ആണ്. അപ്പൊ എന്ത് ചെയ്യണം? 180-യുടെ കൂടെ ആ 60 ആഡ് ചെയ്യണം. അതേസമയം തന്നേക്കുന്ന വാല്യൂ ഇപ്പൊ 180-നെക്കാട്ടിലും കൂടിയൊരു വാല്യൂ ആണ്. സപ്പോസ് 200 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 200-ൽ നിന്നും 180 നമ്മൾ മൈനസ് ചെയ്യണം. അത്രേ ഉള്ളൂ. 180-നെക്കാട്ടിലും കൂടുതലാണെങ്കിൽ 180 കുറയ്ക്കുക, 180-നെക്കാട്ടിലും കുറഞ്ഞുള്ളതാണെങ്കിൽ 180-യുടെ കൂടെ ആഡ് ചെയ്യുക. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ലോക്കൽ അട്രാക്ഷൻ എന്ന് പറഞ്ഞത് എന്താ? ലോക്കൽ അട്രാക്ഷൻ പറഞ്ഞത് അതെന്താ? ലോക്കൽ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഗ്രൗണ്ടിൽ നിങ്ങൾ ടെസ്റ്റ് എവിടെയാണോ നിങ്ങൾ കോമ്പസ് വെക്കുന്നത് ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ, അവിടെ എന്തെങ്കിലും മാഗ്നറ്റിക് മെറ്റീരിയൽസ് അവിടെ എന്തെങ്കിലും ഉണ്ട്. ഇപ്പൊ നേരത്തെ ഉണ്ടായിരുന്ന ഏതെങ്കിലും കേബിളിന്റെ മെറ്റീരിയൽസോ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു പോസ്റ്റിന്റെയോ അങ്ങനെ എന്തിന്റെങ്കിലൊക്കെ റിമൈനിങ് കാരണം കറക്റ്റ് ആയിട്ട് ആ മാഗ്നറ്റിക് മെറ്റീരിയൽസ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽ. എന്തെങ്കിലും ഇതുപോലുള്ള രീതിയിൽ മാഗ്നറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും മെറ്റീരിയൽ ഉണ്ടെങ്കിൽ സാധാരണ കോമ്പസ് വെക്കുമ്പോൾ എങ്ങനെയാണ് വരേണ്ടത്? കറക്റ്റ് നോർത്തിലോട്ട് പോയിന്റ് ചെയ്യാൻ. ഇപ്പൊ ഒരു ട്രഫ് കോമ്പസ് ഒക്കെ നിങ്ങൾ പ്ലെയിൻ ടേബിളിൽ ചെയ്യുമ്പോഴത്തേക്കും നോർത്ത് ഡയറക്ഷൻ മാർക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പൊ കറക്റ്റ് ആ നീഡിൽ നോർത്ത് ഡയറക്ഷനിലായിരിക്കും പോയിന്റ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും മാഗ്നറ്റിക് മെറ്റീരിയൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ കറക്റ്റ് നോർത്തിലോട്ടായിരിക്കില്ല പോയിന്റ് ചെയ്യുന്നത്, അവിടെ നിന്ന് ചെറിയൊരു ഡിഫ്ലക്ഷൻ ഉണ്ടാവും. അതായത് ഇപ്പൊ ഇങ്ങനെയാണ് വരേണ്ടതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല വരുന്നത്, പകരം അതൊരു ചെറിയൊരു ഡിഫ്ലക്ഷൻ കാണിച്ചപ്പോ ഇങ്ങനെ ആയിരിക്കും ചിലപ്പോൾ നിൽക്കുന്നത്. അപ്പൊ അതിനെയാണ് മാഗ്നറ്റിക് ലോക്കൽ അട്രാക്ഷൻ എന്ന് പറയുന്നത്. മാഗ്നറ്റിക് മെറ്റീരിയൽസിന്റെ പ്രസൻസ് കാരണം നോർത്തിലോട്ട് കറക്റ്റ് പോയിന്റ് ചെയ്യത്തില്ലാത്തത്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഇനി നമ്മൾ പ്രോബ്ലംസിലോട്ട് ചോദിക്കുന്ന ടൈപ്പ് പ്രോബ്ലത്തിലോട്ട് പോവാണ്. ഇപ്പൊ ഇങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത് ഇന്റേണൽ ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്.
ഇന്റേണൽ ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എ ബിയുടെ ബെയറിംഗ് തന്നിട്ടുണ്ട് 112 ഡിഗ്രി ആണ് തന്നേക്കുന്നത്. എ ബിയുടെ 4 ബെയറിംഗ് എന്ന് പറയുന്നത് 122 ഡിഗ്രി തന്നിട്ടുണ്ട് എ ബിയുടെ 4 ബെയറിംഗ്. അതേപോലെ എ സിയുടെ ബെയറിംഗ് തന്നിട്ടുണ്ട് 242 ഡിഗ്രി. കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്ന ആംഗിൾ ബി എ സി ആണ്. അപ്പൊ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് എല്ലാം തരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യം പറഞ്ഞുതരാം. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വരുമ്പോഴത്തേക്കും ഇപ്പൊ ബി എ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ആംഗിൾ ഏതാണ്? ആംഗിൾ എ ആണ് അല്ലെ. അപ്പൊ ഈ നടുക്കത്തുള്ള ലെറ്റർ എടുക്കുക. ഈ നടുക്കുള്ള ലെറ്റർ വെച്ചിട്ടാണോ 2 ലൈനും സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുള്ളത്. ആംഗിൾ ബി എ സി ആണെങ്കിൽ എ വെച്ചാണോ 2 ലൈനും സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഈ 2 വാല്യൂസും തമ്മിൽ മൈനസ് ചെയ്താൽ മതി. എപ്പോഴും ആ ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി, നടുക്കുള്ള ലെറ്ററോ 2 ലൈനും സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത്. ഇൻ കേസ് അങ്ങനെയാണെങ്കിൽ 2 ലൈനും തമ്മിൽ ജസ്റ്റ് സബ്ട്രാക്ട് ചെയ്യാം. അപ്പൊ കിട്ടുന്ന വാല്യൂ നിങ്ങളുടെ ഇന്റേണൽ ആംഗിൾ എന്ന് പറയുന്നത്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. പി ക്യു ഇസ് ഈക്വൽ ടു 340 ഡിഗ്രി, ക്യു ആർ ഇസ് ഈക്വൽ ടു 267 ഡിഗ്രി. ആംഗിൾ പി ക്യു ആർ കണ്ടുപിടിക്കാൻ. ഓക്കെ, പി ക്യു തന്നിട്ടുണ്ട്. ഒരു മിനിറ്റ്. ഓക്കെ, നിങ്ങൾക്ക് നെറ്റ് കട്ടാവുന്നുണ്ടോ? ഇല്ല മിസ്സേ. ഒരു മിനിറ്റ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് പി ക്യൂന്റെ വാല്യൂ തന്നിട്ടുണ്ട്, ക്യു ആറിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ട എന്താണ്? ആംഗിൾ പി ക്യു ആർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്താണ് നോക്കേണ്ടത്? ഈ ക്യൂ എന്ന് പറയുന്ന ലെറ്റർ വെച്ചാണോ 2 ലൈനും സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുള്ളത് നോക്കുക. അപ്പൊ ഇത് നമുക്ക് ക്യു ആർ ക്യൂ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ എന്താണ്? പി ക്യു ആണ്. അപ്പൊ ക്യൂ വെച്ചല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? പി ക്യൂവിനെ ക്യൂ പി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. പി ക്യൂവിനെ ക്യൂ പി ആക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്താൽ മതി? പ്ലസ് ഓർ മൈനസ് 180 ഡിഗ്രി ചെയ്യാം. അപ്പൊ ഈ തന്നേക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 180-നെക്കാട്ടിലും കൂടിയ വാല്യൂ ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? അതിന്റെ ബാക്ക് ബെയറിംഗ് കണ്ടുപിടിക്കാൻ വേണ്ടി ആഡ് ചെയ്യണോ സബ്ട്രാക്ട് ചെയ്യണോ? 180 ഡിഗ്രി കൂടിയ വാല്യൂ ആണ്. അപ്പൊ സബ്ട്രാക്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ ഈ 340-ൽ നിന്ന് 180 ഡിഗ്രി സബ്ട്രാക്ട് ചെയ്യാം. ഒന്നുകൂടെ പറയാം, ഈ നടുക്കുള്ള ലെറ്റർ തന്നെയാണോ ഈ 2 എണ്ണത്തിന്റെയും സ്റ്റാർട്ടിംഗ് എന്ന് നോക്കുക. ഇതിനകത്ത് ക്യൂ ഇവിടെ തന്നെ സ്റ്റാർട്ടിംഗ് ആണ്, പക്ഷെ ഇവിടെ പി ക്യൂ ആണ് നമുക്കുള്ളത്. അപ്പൊ നമ്മൾ അതിന് ക്യൂ പി ആക്കണം. ക്യൂ പി ആക്കാൻ വേണ്ടി ഈ വാല്യൂന്റെ കൂടെ പ്ലസ് ഓർ മൈനസ് 180 ഡിഗ്രി ചെയ്യാം. അപ്പൊ ഇതിനകത്ത് പ്ലസ് ഓർ മൈനസ് 180 ചെയ്യുമ്പോഴത്തേക്കും 180-നെക്കാട്ടിലും കൂടുതലായ വാല്യൂ ആയതുകൊണ്ട് നമ്മൾ അതിനെ സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ക്യൂ പിയുടെ വാല്യൂ ആണ് 160 ഡിഗ്രി. അതായത് 340 മൈനസ് 180, അതാണ് 160 ഡിഗ്രി. ഇനി ഞാൻ എന്ത് ചെയ്താൽ മതി? ഇനി ജസ്റ്റ് ഇതിനെ തമ്മിൽ നേരത്തെ പോലെ മൈനസ് ചെയ്യാം. അപ്പൊ 267 മൈനസ് 160 ഡിഗ്രി ചെയ്തു. അപ്പോഴത്തേക്ക് എനിക്ക് കിട്ടിയ വാല്യൂ ആണ് 107 ഡിഗ്രി. അതാണ് ആംഗിൾ പി ക്യു ആർ. അപ്പോൾ നമുക്ക് 2 ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കി. ഒന്ന് ഡയറക്ട്ലി മൈനസ് ചെയ്യുന്ന കേസ്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഇതിന്റെ രണ്ടും സെയിം അല്ലാത്തതുകൊണ്ട്, സെയിം ലെറ്റർ അല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നടുക്കത്തെ ലെറ്റർ ആക്കാൻ വേണ്ടി പ്ലസ് ഓർ മൈനസ് 180 ഡിഗ്രി ചെയ്തു, എന്നിട്ട് സബ്ട്രാക്ട് ചെയ്തു. അതാണ് രണ്ടാമത്തെ കേസ്. ഇനി ഒരു ടൈപ്പും കൂടെയാണ് ഉള്ളത്. അത് വേറൊന്നുമല്ല, ചെയ്യുന്നത് ഇതുപോലെ തന്നെയാണ്. ഈ പറഞ്ഞ 2 ടൈപ്പ് പോലെ തന്നെയാണ് ചെയ്യുന്നത്. ഒറ്റ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ ആംഗിൾ, അതായത് ഫൈനലി ഇപ്പം കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഇപ്പൊ 300 ഡിഗ്രിയാണ് എനിക്ക് കിട്ടിയത്. 180-നെക്കാട്ടിലും കൂടുതലാണ് എനിക്ക് വാല്യൂ വരുന്നതെന്നുണ്ടെങ്കിൽ ആ വാല്യൂ എക്സ്റ്റീരിയർ ആംഗിൾ ആണ്. അതായത് ഇപ്പൊ ഇങ്ങനെ ഉള്ളതിനകത്ത് ഇപ്പൊ എനിക്ക് വേണ്ട ആംഗിൾ എന്ന് പറയുന്നത് ഇപ്പൊ ഈ ഒരു ആംഗിൾ ആണെന്ന് വിചാരിക്കാം. എനിക്ക് വേണ്ട ആംഗിൾ ഈ ഒരു ആംഗിൾ ആണെങ്കിൽ എനിക്ക് കിട്ടിയ വാല്യൂ 180-നെക്കാട്ടിലും കൂടുതലാണെങ്കിൽ, ഇപ്പൊ ഈ ഒരു കേസിൽ നോക്കി, ഈ ഒരു കേസിൽ എനിക്ക് കിട്ടിയേക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 300 ഡിഗ്രി ആണ് അല്ലെ. അപ്പൊ 300 ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്? 180-യെക്കാട്ടിലും കൂടിയ ഒരു വാല്യൂ ആണ്. അതുകൊണ്ട് ആ വാല്യൂ എന്ന് പറയുന്നത് അതിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ ആണ്. അതായത് ഈ ആംഗിൾ ആണ് എനിക്കിപ്പോ കിട്ടിയേക്കുന്നത്. എനിക്ക് വേണ്ടത് ഏത് ആംഗിൾ ആണ്? എനിക്ക് വേണ്ട ആംഗിൾ ഇതാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? 360 മൈനസ് ഈ വാല്യൂ ചെയ്യണം. അതാണ്
ഇന്റീരിയർ ആംഗിൾ. അപ്പൊ ക്വസ്റ്റ്യനിൽ എപ്പോഴും ഇന്റീരിയർ ആംഗിൾ ആയിരിക്കും. ഇന്റീരിയർ ആംഗിൾ എന്ന് സ്പെസിഫൈ ചെയ്തില്ലെങ്കിൽ കൂടി അവർ ഉദ്ദേശിക്കുന്ന ജസ്റ്റ് ആംഗിൾ എന്ന് പറയുന്നത് ഇന്റീരിയർ ആംഗിൾ ആണ്. അപ്പൊ ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോർഷനിലെ എല്ലാ പ്രോബ്ലംസും ചെയ്യാൻ പറ്റും. ഒന്ന്, അതിന്റെ മിഡിൽ ലെറ്റർ എന്ന് പറയുന്നത് സെയിം ആണോ നോക്കുക. സെയിം ആണെങ്കിൽ ഡയറക്ട്ലി മൈനസ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ ബാക്ക് ബെയറിംഗ് എടുക്കുക. ഏത് ലൈനിനാണോ അല്ലാത്തത് അതിന്റെ ബാക്ക് ബെയറിംഗ് എടുക്കുക ബൈ യൂസിങ് +or- 180°. എന്നിട്ട് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, കിട്ടിയേക്കുന്ന ആംഗിള് 180-നെക്കാട്ടിലും കൂടുതലുള്ള വാല്യൂ ആണോ കുറവുള്ളതാണെന്നോ. 180-യെക്കാട്ടിലും കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 360-ൽ നിന്നും ആ വാല്യൂനെ മൈനസ് ചെയ്യുക. അപ്പൊ കിട്ടുന്നതാണ് ഇന്റീരിയർ ആംഗിൾ. ഈ 180-നെക്കാട്ടിലും കുറവുള്ള ആംഗിൾ ആണെങ്കിൽ ഒന്നും ചെയ്യണ്ട, അതായിരിക്കും നിങ്ങളുടെ ആൻസർ എന്ന് പറയുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും ഈ ഒരു പോർഷനിൽ നിന്ന്? ഇതെല്ലാം ഈ സെയിം ടൈപ്പ് തന്നെയാണ്. ഇതെല്ലാം നിങ്ങൾ തന്നെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം. വേറെ ഒരു വ്യത്യാസമില്ല. ഈ പറയുന്ന കാര്യം, ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ഉണ്ടോന്നൊന്ന് ചെക്ക് ചെയ്താൽ മതി. ക്ലിയർ ആണോ? നിങ്ങൾ എന്തെങ്കിലും പറയൂ, ക്ലിയർ ആണോ? ഇനി മനസ്സിലാവാത്തവരാരെങ്കിലും ഉണ്ടോ? ഓക്കെ. ഇനി ഇപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ്, ഹോൾ സർക്കിൾ ബെയറിംഗിന്റെ കേസാണ് പറഞ്ഞല്ലേ. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ക്വാഡ്രന്റിലെ കേസും ഉണ്ട്. നിങ്ങൾ ചിലർക്ക് ചിലപ്പോൾ ക്വാഡ്രന്റിൽ പറയുമ്പോഴത്തേക്ക് കൺഫ്യൂഷൻ ആവും. ഇതുപോലെ 4 കേസ് ഉണ്ട്. ഈ 4 കേസും വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം എന്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതും കൂടെ പഠിച്ച് ഒത്തിരി കൺഫ്യൂഷൻ ആക്കണ്ട. ഇപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പൊ ഹോൾ സർക്കിൾ ബെയറിംഗിന്റെ കേസ് അറിയാലോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇപ്പൊ 4 ബെയറിംഗ്, ഇപ്പൊ നിങ്ങൾക്ക് ഹോൾ സർക്കിൾ ബെയറിംഗിലല്ല ക്വാഡ്രന്റിലാണ് ഇപ്പൊ വാല്യൂ തന്നിരിക്കുന്നെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പൊ ക്വസ്റ്റ്യനിൽ തരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് സാധാരണ എപ്പോഴും ഇങ്ങനെ ഹോൾ സർക്കിളാണ് തരുന്നത്. ഇൻ കേസ് ക്വാഡ്രന്റിലാണ് തരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യാം, ക്വാഡ്രന്റലിനെ ഹോൾ സർക്കിൾ ബെയറിംഗിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അതിപ്പോ ഇവിടെ ഒരു 30° എന്നാണ് ഇപ്പൊ പറഞ്ഞേക്കുന്നതെന്ന് വിചാരിച്ചോ. അതായത് സൗത്ത് 30° ഈസ്റ്റ്, സൗത്ത് 30° ഈസ്റ്റ് ആണ് തന്നേക്കുന്നെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക, ആദ്യം തന്നെ നിങ്ങൾ അതിനെ ഹോൾ സർക്കിൾ ബെയറിംഗിലോട്ട് കൺവേർട്ട് ചെയ്യുക. ഇപ്പൊ ഹോൾ സർക്കിളിൽ വരുമ്പോഴത്തേക്ക് ഈ വാല്യൂ എങ്ങനെയായിരിക്കും വരുന്നത്, ഹോൾ സർക്കിളിലാണെങ്കിൽ ഇത്രയാണ് അല്ലെ വാല്യൂ. അപ്പൊ എത്ര വരും, 180 - 30, അതായത് 150° ആയിരിക്കും നിങ്ങളുടെ വാല്യൂ വരുന്നത് അല്ലെ. എന്നിട്ട് അത് വെച്ചിട്ട് നിങ്ങൾ സാധാരണ പ്രോബ്ലം ചെയ്യും. ഇപ്പൊ 2 വാല്യൂസ് ഉണ്ടാവും അല്ലെ. ഇപ്പൊ AB AC എന്ന് പറഞ്ഞ് തന്നേക്കുന്ന പോലെ നിങ്ങൾക്ക് സൗത്ത് 30° വെസ്റ്റ് അല്ലെങ്കിൽ നോർത്ത് 30° ഈസ്റ്റ്, അങ്ങനെ 2 വാല്യൂ ഉണ്ടാവും. അപ്പൊ ആ 2 വാല്യൂവിനെയും ജസ്റ്റ് ഹോൾ സർക്കിൾ ബെയറിംഗിലോട്ട് കൺവേർട്ട് ചെയ്യുക. എന്നിട്ട് ഈ സാധാരണ ഇപ്പൊ നിങ്ങൾ ചെയ്ത പോലെ തന്നെ ചെയ്യുക. ചെയ്ത് കഴിഞ്ഞിട്ട് ആ വാല്യൂവിനെ തിരിച്ച് റെഡ്യൂസ് ബെയറിംഗിലോട്ട് അല്ലെങ്കിൽ ക്വാഡ്രന്റൽ ബെയറിംഗിലോട്ട് കൺവേർട്ട് ചെയ്യുക. അതായിരിക്കും നിങ്ങൾക്ക് എളുപ്പം. കാരണം ഈ മെത്തേഡ് ശരിക്കും എളുപ്പമാണ്. പക്ഷെ മെത്തേഡ് എളുപ്പമാണെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് പറയുമ്പോൾ കൺഫ്യൂഷൻ ആവും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ഇനി ജസ്റ്റ് ഞാൻ പറഞ്ഞു തരാം. ഇനി നിങ്ങൾക്ക് അതാണ് എളുപ്പമായിട്ട് തോന്നുന്നതെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഇപ്പം ഫസ്റ്റ് കേസ് നോക്കുക. ഫസ്റ്റ് കേസിനകത്ത് നമുക്ക് 2 റീഡിങ് തരുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ 2 റീഡിങ്ങും ഒരേ ക്വാഡ്രന്റിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ, 2 ലൈനും ഒരേ കോളം. ഇപ്പൊ സപ്പോസ് ഈ ഒരു കേസ് ആണെങ്കിൽ ഇപ്പൊ നോർത്ത് 20° ഈസ്റ്റും നോർത്ത് 40° ഈസ്റ്റും, അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതി, വെറുതെ അതിന്റെ ആ വാല്യൂന്റെ ഡിഫറൻസ് എടുത്താൽ മതി. അതായത് 40 - 20 എടുത്താൽ മതി. അതാണ് ഫസ്റ്റ് കേസ്, രണ്ടും ഒരേ ക്വാഡ്രന്റിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ. ഇനി അടുത്ത കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സൈഡിൽ, അതായത് ക്വാഡ്രന്റിന്റെ ഒരേ സൈഡിൽ, ഒന്നെങ്കിൽ രണ്ടും ഈസ്റ്റില് അല്ലെങ്കിൽ രണ്ടും വെസ്റ്റില്, അങ്ങനെ ഒരു കേസാണ് വരുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, 180 - സം. അതായത് എനിക്കറിയാം ഈ മുഴുവൻ എന്ന് പറയുന്നത് 180° ആണ് അല്ലെ, ഇത്രയും എന്ന് പറയുന്നത് 180° ആണ്. ഈ 180യിൽ നിന്ന് ഈ ഒരു ആംഗിളും മൈനസ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും, ഇത് കിട്ടും അല്ലെ. അതായത് നോക്കിയേ, ഇപ്പൊ ഇതിനകത്ത് എനിക്ക് വേണ്ട ആംഗിൾ ഏതാണ്, ഇതാണ് എനിക്ക് വേണ്ടത്. എനിക്ക് അറിയാവുന്ന ഏതൊക്കെയാണ്, ഇതും അറിയാം ഇതും അറിയാം. അപ്പൊ 180 - ഇതിന്റെ രണ്ടും സം എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഈ ആംഗിൾ കിട്ടില്ലേ. അതാണ് സെക്കൻഡ് കേസ് പറയുന്നത്. 180 - സം ഓഫ് തന്നേക്കുന്ന 2 വാല്യൂസും. 14 20 ആണെങ്കിൽ 180 - 40 + 20, അതായത് 180 - 60 120° എന്ന് കിട്ടും. ഇനി അടുത്ത കേസ് നോക്കിയേ. അടുത്ത കേസ് എന്ന് പറയുമ്പോഴത്തേക്കും രണ്ടും 2 സൈഡിലായിട്ടായിരിക്കും, അത് ഓപ്പോസിറ്റ് സൈഡിൽ വരും.
അപ്പൊ ഇതിനകത്താണെങ്കിൽ ഒന്ന് വന്നേക്കുന്നത് നോർത്ത് ഈസ്റ്റിലും മറ്റേത് വന്നേക്കുന്നത് സൗത്ത് വെസ്റ്റിലുമാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ വരും? അങ്ങനെയാണെങ്കിൽ 180 മൈനസ് ആ വാല്യൂവിന്റെ ഡിഫറൻസ് ആയിരിക്കും വരുന്നത്. ഇവിടെ രണ്ടും സെയിം സൈഡിലായതുകൊണ്ട് 180 മൈനസ് സം വന്നു. ഇവിടെ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, പക്ഷെ നേരെ ഓപ്പോസിറ്റ് ക്വാഡ്രൻസിൽ. അങ്ങനെയാണെങ്കിൽ 180 മൈനസ് ഡിഫറൻസ് ചെയ്യും. അപ്പൊ ആദ്യത്തെ കേസിൽ എങ്ങനെയായിരുന്നു? രണ്ടും ഒരേ സൈഡിലായിരുന്നു അല്ലെ? അതേപോലെ ഇവിടെയാണെങ്കിൽ നോക്കിയേ, രണ്ടും ഓപ്പോസിറ്റ് സൈഡിലാണ്. ഒരു ക്വാഡ്രന്റിന്റെ ഒന്ന് സൗത്തിൽ, ഒന്ന് ഈസ്റ്റിലാണെങ്കിൽ മറ്റേത് വെസ്റ്റിലാണ്. അപ്പൊ എന്ത് ചെയ്താൽ മതി? അപ്പോഴത്തെ ഇന്റീരിയർ ആംഗിൾ കാണാൻ വേണ്ടിയിട്ട് 180 മൈനസ് ഇത് തമ്മിലുള്ള സം ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ 4 കേസാണ് നമുക്ക് ഇങ്ങനെയുള്ളത്. ഈ 4 കേസ് നിങ്ങൾക്ക് പ്രോബ്ലംസ് ചെയ്യാൻ സത്യത്തിൽ എളുപ്പം ഇതാണ്, പക്ഷെ രണ്ടും കൂടെ പഠിക്കുമ്പോൾ കൺഫ്യൂഷൻ ആയി പോകും എന്നുള്ളവര് ആദ്യത്തെ ഒറ്റ മെത്തേഡ് പഠിക്കുക. ആ മെത്തേഡ് വെച്ച് തന്നെ നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ 4 കേസും പഠിക്കാൻ പറ്റുന്നവര് പഠിക്കാം, അല്ലാത്തവര് പഠിക്കാൻ പറ്റത്തില്ലാത്തവര് ആദ്യത്തെ വെച്ച് ചെയ്തോളാം. ഇനി അടുത്ത് നമ്മൾ വേറൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കിലോട്ടാണ് പോകുന്നത്, മാഗ്നറ്റിക് ഡിക്ലിനേഷൻ. അപ്പൊ മാഗ്നറ്റിക് ഡിക്ലിനേഷന്റെ ഇക്വേഷൻ ആണ് ഈ പറഞ്ഞേക്കുന്നത്, ട്രൂ ബെയറിംഗ് മൈനസ് മാഗ്നറ്റിക് ബെയറിംഗ്. ഇത് എപ്പോഴും ചോദിക്കുന്ന ഡെഫിനേഷൻ ആയിട്ടും ചോദിക്കാറുണ്ട്, അല്ലാതെ പ്രോബ്ലംസ് ആയിട്ടും നിങ്ങൾക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ ഡെഫിനേഷൻ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ട്രൂ മെറിഡിയൻ ആൻഡ് മാഗ്നറ്റിക് മെറിഡിയൻ ബെയറിംഗ്. ട്രൂ ബെയറിംഗ് ആൻഡ് മാഗ്നറ്റിക് ബെയറിംഗ് അത് തമ്മിലുള്ള ആംഗിൾ ആണ് മാഗ്നറ്റിക് ഡിക്ലിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലം ഫുൾ ചെയ്യാൻ പോകുന്നത്. സോ ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രൂ ബെയറിംഗ് ആൻഡ് മാഗ്നറ്റിക് ബെയറിംഗ്. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ, നിങ്ങൾക്ക് ഇങ്ങനെ വരച്ചൊക്കെ ചെയ്യാനായിട്ട്, നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് വരച്ച് ചെയ്യാനായിട്ട് ടൈം കുറെ പോവും. അപ്പൊ അതുകൊണ്ട് ബെറ്റർ നിങ്ങൾ പെട്ടെന്ന് പഠിക്കാൻ വേണ്ടി ഇത് പഠിക്കാം. ഇപ്പൊ ട്രൂ ബെയറിംഗ് മൈനസ് മാഗ്നറ്റിക് ബെയറിംഗ് ആണ്. അപ്പൊ ട്രൂ ബെയറിംഗ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ഡിക്ലിനേഷനും തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മാഗ്നറ്റിക് ബെയറിംഗ് ആണ്. അപ്പൊ ഇതിൽ ഒരൊറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. മാഗ്നറ്റിക് ഡിക്ലിനേഷൻ എടുക്കുമ്പോൾ തന്നേക്കുന്ന വാല്യൂ ഈസ്റ്റ് ആണോ വെസ്റ്റ് ആണോ എന്ന് നോക്കുക. തന്നേക്കുന്ന വാല്യൂ ഈസ്റ്റ് ആണെങ്കിൽ പോസിറ്റീവ് ആണ്, വെസ്റ്റ് ആണെങ്കിൽ നെഗറ്റീവ് ആണ്. ഈ ക്വസ്റ്റ്യനിൽ നോക്കിയേ, ട്രൂ ബെയറിംഗ് മൈനസ് മാഗ്നറ്റിക് ബെയറിംഗ് ആണ് ഡിക്ലിനേഷൻ. അപ്പൊ ട്രൂ ബെയറിംഗിന്റെ വാല്യൂ തന്നേക്കുന്നത് 127 ഡിഗ്രി ആണ്. അപ്പൊ 127 ഡിഗ്രി മൈനസ് മാഗ്നറ്റിക് ബെയറിംഗ്, അതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. സോ മൈനസ് മാഗ്നറ്റിക് ബെയറിംഗ് ഈസ് ഈക്വൽ ടു മാഗ്നറ്റിക് ഡിക്ലിനേഷൻ. ഇപ്പോൾ ഡിക്ലിനേഷൻ തന്നേക്കുന്നത് എത്രയാണ്? 3 ഡിഗ്രി വെസ്റ്റ് എന്നാണ് തന്നേക്കുന്നത്. അപ്പൊ 3 ഡിഗ്രി വെസ്റ്റ് എന്ന് പറയുമ്പോൾ സൈൻ എങ്ങനെ വരും? വെസ്റ്റിലോട്ടായതുകൊണ്ട് നമ്മൾ മൈനസ് ആണ് കൊടുക്കുന്നത്. അപ്പൊ -3 ഡിഗ്രി. അതുകൊണ്ട് മാഗ്നറ്റിക് ബെയറിംഗ് എന്ന് പറയുന്നത് എത്ര വരും? 127 പ്ലസ് 3 ഡിഗ്രി, അതാണ് 130 ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഒറ്റ കാര്യം മാത്രം നോക്കിയാൽ മതി. തന്നേക്കുന്നത് വെസ്റ്റ് ആണോ അതോ ഈസ്റ്റ് ആണോ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. അപ്പം ഈ ഇക്വേഷൻ തിരിഞ്ഞു പോകരുത്. മാഗ്നറ്റിക് ബെയറിംഗ് ഇങ്ങോട്ട് എഴുതി കഴിഞ്ഞാൽ ഈ ഒരു കോൺസെപ്റ്റിൽ ചെയ്താൽ തെറ്റിപ്പോവും. അപ്പൊ എപ്പോഴും ട്രൂ ബെയറിംഗ് മൈനസ് മാഗ്നറ്റിക് ബെയറിംഗ് ഇസ് ഈക്വൽ ടു മാഗ്നറ്റിക് ഡിക്ലിനേഷൻ. ഇപ്പൊ ഇനി അടുത്തൊരു കേസ് നോക്കിയേ, ട്രൂ ബെയറിംഗ് തന്നിട്ടുണ്ട്, മാഗ്നറ്റിക് ബെയറിംഗ് കണ്ടുപിടിക്കണം, ഡിക്ലിനേഷൻ തന്നിട്ടുണ്ട്, 5 ഡിഗ്രി ഈസ്റ്റ് ആണ് തന്നേക്കുന്നത്. അപ്പൊ ട്രൂ ബെയറിംഗ് 254 ഡിഗ്രി മൈനസ് മാഗ്നറ്റിക് ബെയറിംഗ് ആണ് കണ്ടുപിടിക്കേണ്ടത്, ഇസ് ഈക്വൽ ടു ഡിക്ലിനേഷൻ. ഡിക്ലിനേഷൻ ഈസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ +5 ആയിട്ട് എഴുതി. അപ്പൊ എന്ത് കിട്ടും? മാഗ്നറ്റിക് ബെയറിംഗ് എന്ന് പറയുന്നത് ഈ വാല്യൂ -5 ആണ് കേട്ടോ. ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഫൈനൽ ആൻസർ വന്നേക്കുന്നത് 249 ഡിഗ്രി. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യനിൽ ട്രൂ ബെയറിംഗ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ട്രൂ ബെയറിംഗ് മൈനസ് മാഗ്നറ്റിക് ബെയറിംഗ് 217 ഡിഗ്രി, ഡിക്ലിനേഷൻ എന്ന് പറയുന്നത് 4 ഡിഗ്രി ഈസ്റ്റ് ആണ്. അതുകൊണ്ട് 4 തന്നെ, +4 ചെയ്തു. അപ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. അപ്പൊ ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഡിക്ലിനേഷന്റെ കേസിൽ നോക്കാനായിട്ട്. ഈസ്റ്റ് ആണോ വെസ്റ്റ് ആണോ നോക്കുക. ഈസ്റ്റ് ആണെങ്കിൽ പ്ലസ് ഇടുക, വെസ്റ്റ് ആണെങ്കിൽ മൈനസ് കൊടുക്കുക. ക്ലിയർ ആണോ മാഗ്നറ്റിക് ഡിക്ലിനേഷന്റെ പ്രോബ്ലം? ഇതെല്ലാം സെയിം തന്നെയാണ് കേട്ടോ, ജസ്റ്റ് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. നമുക്ക് എല്ലാ കേസും പറഞ്ഞു കഴിഞ്ഞാൽ സമയം കുറെ പോകും. ക്ലിയർ ആണോ? ഓക്കെ. ഇനി ചോദിക്കുന്ന വേറെ ഒരു ഡെഫിനിഷൻ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. നമുക്ക് 2 ടേംസ് ഉണ്ട്, ഐസോഗോണിക്കും ഉണ്ട് അഗോണിക്കും ഉണ്ട്. ഐസോഗോണിക് ഉണ്ട് അഗോണിക് ഉണ്ട്. അപ്പൊ ഐസോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലെ, നമുക്ക് ഇപ്പം ഹൈഡ്രോളജിയുടെ ഒക്കെ കേസിലാണെങ്കിൽ ഐസോ ഹൈറ്റ് എന്ന് കേട്ടിട്ടില്ലേ? ഐസോ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരേ റെയിൻഫോൾ വരുന്ന
ലൈൻസ് എല്ലാം കൂടെ, ആ ഒരു പോയിന്റ് എല്ലാം കൂടെ വരയ്ക്കുമ്പോഴത്തേക്ക് കിട്ടുന്ന ലൈനാണ് ഐസോ ഹൈറ്റ്. അതുപോലെ ഐസോ എന്ന് പറഞ്ഞാൽ എന്താ, ഒരേപോലെയുള്ള. അപ്പൊ സെയിം ഡിക്ലിനേഷൻ ഉള്ള പോയിന്റ്സിനെല്ലാം തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ഒരു ലൈനെയാണ് ഐസോഗോണിക് എന്ന് പറയുന്നത്. അതേസമയം സീറോ ഡിക്ലിനേഷൻ ഉള്ള പോയിന്റ്സ് എല്ലാം കൂടെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈനെയാണ് അഗോണിക് ലൈൻ എന്ന് പറയാം. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും സാധനം ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ എ വെച്ച് ഇപ്പൊ ഐസോട്രോപിക്, അനൈസോട്രോപിക്, അതേപോലെ ഇതിനകത്ത് സീറോ ഡിക്ലിനേഷൻ, അതായത് ഡിക്ലിനേഷൻ ഇല്ല. അപ്പൊ ആ ഒരു കേസിൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് അഗോണിക് ലൈൻ. ഓക്കെ, ഐസോഗോണിക്കും അഗോണിക്കും. അപ്പൊ ഒരു കാര്യം മാത്രം ഓർക്കുക, ഡിക്ലിനേഷന്റെ ആണ് ഈ ഗോണിക് എന്നുള്ള വാക്ക്. ഡിക്ലിനേഷന്റെ ആണ് ഗോണിക് എന്നുള്ളത്. കാരണം നമ്മൾ ഇനി ഡിപ്പ് പഠിക്കുന്നുണ്ട്. അപ്പൊ ഡിപ്പ് പഠിക്കുമ്പോഴത്തേനും അതിനകത്ത് ഐസോക്ലിനിക്കും അക്ലിനിക്കും ആ വരുന്നത്. അപ്പൊ അത് തമ്മിൽ നിങ്ങൾക്ക് തിരിഞ്ഞു പോയത്, നന്നായിട്ട് പഠിച്ചു വെക്കുക. ഡിക്ലിനേഷൻ എന്ന് പറയുന്നതിന്റെ കൂടെ വരുന്ന ടേം ഗോണിക് എന്നുള്ള വാക്കാണ്. ഓക്കെ, ഐസോഗോണിക്. ഇനി വേറൊരു ടൈപ്പ് പ്രോബ്ലം കൂടെ ഈ ഒരു പോർഷനിൽ നിന്ന് ചോദിച്ചു കാണാറുണ്ട്, ഈ ഡിക്ലിനേഷൻ്റെ. അപ്പൊ ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നത്, മാഗ്നറ്റിക് ബെയറിംഗ് ഓഫ് സൺ അറ്റ് നൂൺ ഇസ് 182 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഡിക്ലിനേഷൻ എത്രയാണെന്നുള്ളത്. മാഗ്നറ്റിക് ബെയറിംഗ് ഓഫ് സൺ അറ്റ് നൂൺ ഇസ് 182 ഡിഗ്രി. അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ തന്നേക്കുന്ന ആംഗിള് അത് 180യോട് ചേർന്ന് നിൽക്കുന്ന ഒരു വാല്യൂ ആണോ അതോ 360യുടെ അടുത്ത് നിൽക്കുന്ന വാല്യൂ അല്ലെങ്കിൽ 0യ്ക്ക് അടുത്ത് നിൽക്കുന്ന വാല്യൂ ആണോ എന്നുള്ളത് നോക്കാം. ഓക്കെ, ഇപ്പൊ 180യുടെ അടുത്തുള്ള ഒരു വാല്യൂ ആണ് ഈ തന്നേക്കുന്നത്, 182 ഡിഗ്രി. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ആ 180 ഡിഗ്രിയുടെ അവിടെ, ഇപ്പൊ ഇത് 0 ഡിഗ്രി, 90 ഡിഗ്രി, 180 ഡിഗ്രി, 180 ഡിഗ്രിയുടെ അവിടെ ഞാൻ ആ സണ്ണിനെ ഇങ്ങനെ മാർക്ക് ചെയ്ത് വരച്ചു. ഓക്കെ, അപ്പൊ അതാണ് എന്റെ ട്രൂ നോർത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ട്രൂ മെറിഡിയൻ എന്ന് പറയുന്നത് ആ ഒരു ലൈനാണ്. ഇനി നമുക്ക് വേണ്ട എന്താണ്, 182 ഡിഗ്രി ആണ് അല്ലെ. അപ്പൊ ഞാൻ അവിടുന്ന് ആന്റി ക്ലോക്ക് വൈസിൽ 182 ഡിഗ്രി മാർക്ക് ചെയ്യാം. ഒന്നുകൂടെ പറയാം, തന്നേക്കുന്ന വാല്യൂ 180യുടെ അടുത്താണോ അതോ 360 അല്ലെങ്കിൽ 0 ഡിഗ്രിക്ക് അടുത്താണോ എന്നുള്ളത് നോക്കുക. ഇപ്പൊ നമുക്ക് കിട്ടിയേക്കുന്ന വാല്യൂ എത്രയാണ്, 182 ഡിഗ്രിയാണ്. 182 ഡിഗ്രി എന്ന് പറയുമ്പോൾ 180യോട് ചേർന്ന് നിൽക്കുന്ന വാല്യൂ ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ആ വാല്യൂ ഇത് 0 ആയിട്ട് ഞാൻ എടുക്കുന്നു. അപ്പൊ ഇവിടെ 0 ആയിട്ട് എടുക്കുന്നു, 180 എന്ന് പറയുന്നത് ഇവിടെയാ വരുന്നത്. അപ്പൊ അത് ഞാൻ 0 ആയിട്ട് എടുക്കുന്നു. അവിടുന്ന് ആന്റി ക്ലോക്ക് വൈസിൽ ഞാൻ 182 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു. അപ്പൊ ആ ഒരു ലൈനാണ് എന്റെ